ശരഭംഗാശ്രമ പ്രവേശം. വിദ്യാധരൻ തന്റെ നിർഗമത്തിൻ ശേഷം വൈദേഹിയും താൻ സഗർഭ്യരുമൊത്ത് വന്ധ്യനാം ശരഭംഗമുനി തൻ നികുഞ്ചത്തിൽ ചെന്ന് പാദദ്വയം വന്ദിച്ചു രാമൻ. മൂന്നു ലോകങ്ങൾക്കും അധിപനാം രാമനെ മാനുഷരൂപത്തിൽ കണ്ട തപോധനൻ ആനന്ദപൂർവം നമസ്കരിച്ചിട്ട് താനാർജിച്ച പുണ്യങ്ങളേകിയിട്ടോതി. ഈ ജീവിത ബന്ധാവിലേറെ സംവത്സരം നിന്നെയും ചിന്തിച്ചിരുന്നേ ഞാൻ. മമ കുണ്ഠ ഭാവങ്ങളൊക്കെ നീങ്ങി ഭഗവാനെ ഞാൻ കായം ത്യജിച്ചു നിൻ ലോകം ഗമിക്കുന്നു. ഇത്തം പറഞ്ഞ് ശരഭംഗമാമുനി തന്നുത്തമാംഗം തന്നിൽ അഗ്നി ലയിപ്പിച്ച് തൻ ഗാത്രം വെടിഞ്ഞിട്ടങ്ങാകാശമാർഗേ ലോകേശപാദത്തിലെത്തിച്ചേർന്നു. ദണ്ഡകാരണ്യേ വസിച്ച മുനിമാർ പുണ്ടരീകാക്ഷനാം രാമൻ തന്നന്തികെ മണ്ടി വന്നുകൊണ്ടേയിരുന്നു വിണ്ടലനാഥനെ കണ്ടു തൊഴുവാൻ. സംപൂജ്യരായ മാമുനിമാരൊത്ത് സഞ്ചരിച്ചവരേറെ വനാന്തരേ. അന്നേരം കണ്ടവർ മാമുനിമാരെ കൊന്നിട്ടിരിക്കുന്ന കുണഭശൈലങ്ങൾ. ക്രവ്യാതന്മാരുടെ ഗർവം ശമിപ്പിക്കാൻ നിർബഹണം ചെയ്തോന്മൂലനാശം ചെയ്യുമെന്നോതി. ക്രവ്യാതന്മാരുടെ ഗർവം ശമിപ്പിക്കാൻ നിർബഹണം ചെയ്തു ഉന്മൂലനാശം ചെയ്യുമെന്നോതി ശ്രീരാമൻ മാമുനിമാരുടെ ആ മനസ്യത്തിൽ നിന്നും മോചനം നൽകി. സാരംഗതുല്യരാം മാമുനിമാരെ തൻ സാഹസകർമ്മത്താൽ സംരക്ഷണം ചെയ്ത് രാമനും അനുജനും സീതയുമൊത്ത് കാനന മധ്യേ വസിച്ചു മോദത്താൽ. ഖ്യാതിയേറിയിടും സുതീഷ്ണാശ്രമം തന്നിൽ പ്രമോദത്താൽ ചെന്നവർ വൈകാതൊരു ദിനം. ത്രേതായുഗത്തിന്റെ സുഹൃതത്തെ കാണാൻ പ്രീതിയാൽ മുനിവര്യരാഗമിച്ചവിടെ. ബ്രഹ്മനും ശർവനും എന്നും വന്നിക്കുന്ന നിൻ പാദാംബോജം കണ്ടു തൊഴുവാനായി സന്തതമിച്ഛിച്ചിരുന്നേൻ ഞാൻ ദേവാ. ഇന്ന് കൃതാർത്ഥനായി തീർന്നേതല്ലോ. നിൻ തിരുനാമങ്ങൾ മന്ത്രണം ചെയ്യാനും നിന്നുടെ ദാസേയനായിടുവാനും നിന്റെ വാത്സല്യം എന്നിൽ നിറയാനും എന്നെ അനുഗ്രഹിക്കേണം മഹാപ്രഭോ. പുത്രഭാര്യ സുഖമെത്രയും മോഹിച്ച് മിത്രസഹവാസവും എത്രയും ഇച്ഛിച്ച് സക്രിയോടെ ഉഴലുന്നെന്നുടെ ജീവനെ ഭക്തി നിറച്ചു വിരക്തനാക്കിയിടണം. ഇങ്ങനെ എത്രയും ഭക്തി വൈവശ്യത്താൽ ഉന്മത്തനായ സുതീഷ്ണനോട് രാമൻ സംശയമെന്നേയുര ചെയ്തു മുനിവര്യ നീ പരബ്രഹ്മത്തിൽ ചെന്നു ചേരും നിർണയം. കുംഭസംഭവൻ അഗസ്ത്യമുനിയുടെ അന്തികെ എത്താൻ ഉത്സുകനായി പിന്നെ ഗമിച്ചവർ പിറ്റേന്ന് മധ്യാഹ്നേ ചെന്നെത്തി വേഗേന പർണശാല തന്നിൽ. ചൂതമരങ്ങളും കേരവൃക്ഷങ്ങളും നീർമരുതും കോവിതാരങ്ങളും മറ്റു വല്ലികളും ലതാപുഷ്പങ്ങളുമെല്ലാം തിങ്ങിയൊരാശ്രമം സുന്ദര ശോഭിതം. ലവലേശം ഭയമെന്നി വിഹരിക്കും ഹരിണവും മഴവില്ലിനൊളി തീർക്കും നീലകണ്ഠങ്ങളും കുയിലിന്റെ നാദവും മർമരപ്പൂങ്കാറ്റും അതുലിതമത്ഭുതം ഉടജാന്തരീക്ഷം. മൂളിപ്പറക്കുന്ന ഇന്ദിരങ്ങളെ നോക്കി ചിരിക്കുന്ന മാകന്ദപ്പൂക്കളും ആമലകീ ഫലവൃക്ഷങ്ങളുമെല്ലാം ആനന്ദത്തോടവർ നോക്കി നിന്നു. ദശരഥപുത്രരും ജാനകി ദേവിയും പുകഴ്പെറ്റ മാമുനിയാകും അഗസ്ത്യനെ വിനയാന്വിതരായി പരിചോടെ കുമ്പിട്ട് തൊഴുതു നമസ്കരിച്ചാനന്ദം പൂണ്ടു.